ഒളിഞ്ഞിരിക്കുന്ന പഞ്ച് ഹോളിൽ നിന്നും കൈവിരൽ സ്പർശിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാട്ടിത്തരുന്ന പുതിയ ഡൈനാമിക് ഐലൻഡ്. ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക്. ആപ്പിളിൻ്റെ ലോഞ്ച് ഇവൻറ്റ് ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. ഒട്ടനവധി പുതിയ അതിഗംഭീര സ്പെക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ ആകട്ടെ, അതിൻ്റെ മെമ്മറി, ബയോണിക് ചിപ്പ്, ഒരുപാട് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. 14, 14 പ്ലസ്, 14 പ്രോ, 14 പ്രോ മാക്സ്, ഈ 4 വേരിയൻ്റാണ് വന്നിരിക്കുന്നത്. ഓരോ ഘട്ടം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് വീഡിയോ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകാം. പുതിയ 14 സീരീസിൽ മൊബൈൽ ടവറോ വൈഫൈയോ അടുത്തെങ്ങുമില്ലാതെ തന്നെ അടിയന്തര ഘട്ടത്തിൽ സന്ദേശം കൈമാറാൻ, സാറ്റലൈറ്റുമായി ബന്ധം സ്ഥാപിക്കാൻ, SOS കോൾ ചെയ്യാനുമായി ഈ ഫോൺ എല്ലാവർക്കും ഉപകാരപ്പെടും. ഇതൊരു യൂസ്ഫുൾ ഫംഗ്ഷനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആപ്പിളിൻ്റെ അവരെ സ്വന്തം പ്രൊസസ്സറായ 13 പ്രോ മാക്സിന് A15 ബയോണിക് ചിപ്പാണ്, അതിന് A16 ബയോണിക് ചിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിഗംഭീര പ്രൊസസ്സർ, ഡാറ്റ പ്രൊസസ്സർ, സ്റ്റോറേജ് ഒക്കെ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്പീഡ് എന്തൊക്കെ നമുക്ക് പരിശോധിക്കാം. ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ മൊബൈൽ പ്രോസസ്സറാണ് A16 ബയോണിക് ചിപ്പ്. അതാണ് ഐഫോൺ പ്രോ മോഡലുകളിൽ കാര്യസ്ഥൻ. ഇതിന് 6 കോർ CPU ആണുള്ളത്. ഇതിൽ 2 പ്രകടന കരുത്തിന് വേണ്ടിയും 4 കുറഞ്ഞ കരുത്ത് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മുൻ വർഷത്തെ പ്രൊസസ്സറിനെ അപേക്ഷിച്ച് ഇവയ്ക്ക് വേഗം കൂടുതലുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുതിയ പ്രൊസസ്സർ നിർമ്മിച്ചിരിക്കുന്നത് 4 നാനോമീറ്റർ ആർക്കിടെക്ചർ ഉപയോഗിച്ചാണ്. കരുത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും കാര്യത്തിൽ ഇത് ആൻഡ്രോയിഡ് ഫോണുകളിൽ ലഭ്യമായ പ്രൊസസ്സറുകളെക്കാളും ബഹുദൂരം മുന്നിലാണെന്ന് ആപ്പിൾ അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഇന്നേവരെ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും വേഗമേറിയ പ്രൊസസ്സർ ആണ് എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. അതുപോലെ ഡിസ്പ്ലേ നോച്ച് ഡിസ്പ്ലേ എന്ന് പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലേക്ക് മാറിയിരിക്കുകയാണ്. ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ പുതിയ ടെക്നിക്കായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ഫീച്ചറൊക്കെ ഉണ്ട്, നമുക്ക് പരിശോധിക്കാം. 5 വർഷം മുമ്പ് തങ്ങളുടെ മുൻ ക്യാമറ സിസ്റ്റത്തിന് വേണ്ടി ആപ്പിൾ കൊണ്ടുവന്ന നോച്ച് സംവിധാനത്തിന് പകരമായി പിൽ ആകൃതിയുള്ള സംവിധാനമാണ് പുതിയ പ്രോ മോഡലുകളിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ ഡൈനാമിക് ഐലൻഡ്, അതായത് ചലനാത്മക ദ്വീപ് എന്നാണ് ആപ്പിൾ വിശേഷിപ്പിക്കുന്നത്. ഇതിന് പുതിയ പല ഫംഗ്ഷനുകളും നിറവേറ്റാനാകും. ബാറ്ററി ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആപ്പിളിൻ്റെ മാപ്സ് ഉപയോഗിക്കുമ്പോൾ ദിശ അറിയാനൊക്കെ പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പുതിയ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഫോണിൽ ദൃശ്യം ഒരുക്കുന്നത്. അതുപോലെ തന്നെ അതിഗംഭീരമായ ക്യാമറ സംവിധാനമാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. 48 മെഗാ പിക്സൽ ക്യാമറ. മുൻ വർഷത്തെ ഫോണുകളെല്ലാം കണ്ടിരുന്ന 12 മെഗാ പിക്സലിൽ നിന്നും പ്രത്യേകിച്ച് നേരെ 48 മെഗാ പിക്സലിലേക്കാണ് ആപ്പിൾ പോയിരിക്കുന്നത്. അടിപൊളി ക്യാമറ പിക്സൽ സൂമിങ് ഭയങ്കര സംഭവമാണ്. അതുപോലെ ഇതിന് ഫോട്ടോണിക് എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഐഫോൺ മോഡലിലെല്ലാം വന്നിരിക്കുന്ന പുതിയ ഫീച്ചറുകളാണ് ഫോട്ടോണിക് എഞ്ചിൻ. അതായത് നിങ്ങൾക്ക് വെളിച്ചക്കുറവുള്ള സ്ഥലങ്ങൾ പുതിയ ഫോണുകൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല വെളിച്ചത്തിൽ എടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ആവും. അത്രയും കംഫർട്ടാണ്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേക വീഡിയോ സംവിധാനം, എക്സ്ട്രാ സൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന മാക്രോ ലെൻസിന് പകരം പുതിയ ടെക്നോളജിയാണ് ഈ പ്രാവശ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ ഫോട്ടോ പക്ക ക്ലിയറാണ്, അതിൽ യാതൊരു സംശയമില്ല.